സംസ്ഥാന സർക്കാരിനെ വെറുതെ ചൊറിഞ്ഞ് പണി വാങ്ങിക്കാൻ നിൽക്കേണ്ട എന്ന് കോൺഗ്രസുകാരെ ഉപദേശിച്ച് ശശി തരൂർ. അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചാണ് ശശി തരൂർ ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. വ്യക്തമായ രാഷ്ട്രീയ ബോധമോ എന്തിനാണ് നിലകൊള്ളുന്നത് എന്നറിയുകയോ ചെയ്യാത്ത കോൺഗ്രസ് നേതൃത്വത്തെയും കോൺഗ്രസ് അനുയായികളെയും ശശി തരൂർ പരിഹസിച്ചു. ഉറച്ച കോൺഗ്രസ് വോട്ടുകൾക്ക് പുറമേ ഉള്ള വോട്ടുകൾ കൂടി സമാഹരിക്കേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ പറഞ്ഞു. അഹമ്മദാബാദിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 3 പൊതുതിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് നേടാനായത് 19-20% വോട്ടാണ്. ഒരിക്കൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത എന്നാൽ പിന്നീട് ചെയ്യാതിരിക്കുന്നവരുടെ വോട്ട് വീണ്ടെടുത്താൽ മാത്രമേ പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാവൂ എന്നും തരൂർ കൂട്ടിച്ചേർത്തു. നിരന്തരം നിഷേധാത്മകത സ്വീകരിക്കുന്നതിനു പകരം ക്രിയാത്മക വിമർശനം എന്ന സമീപനം സ്വീകരിക്കുന്നതിലൂടെ ഇത് സാധ്യമാക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാം എന്തിനെ എതിർക്കുന്നു എന്ന് പറയുന്നുണ്ട്, എന്നാൽ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് അത് വ്യക്തമല്ല എന്ന് തരൂർ പറഞ്ഞു. മറുഭാഗത്തിന് വിട്ടുകൊടുക്കുന്നതിനു പകരം ദേശീയതയെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ കരട് പ്രമേയം നല്ലൊരു തുടക്കം കുറിക്കുകയാണ്. എന്നാൽ രാജ്യത്തിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യും എന്നത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇത് വ്യക്തതയുള്ള കാഴ്ചപ്പാടായി മാറുന്നത്. കരട് പ്രമേയം രോഗനിർണയം നടത്തുന്നു, എന്നാൽ മരുന്നിനുള്ള കുറിപ്പടിയായി മാറുന്നുമില്ല. സർക്കാർ ചെയ്യുന്നതെല്ലാം നമ്മൾ എതിരാണെന്ന സൂചന നൽകുന്നത് അഭികാമ്യമല്ലെന്നും തരൂർ പറഞ്ഞു. നമ്മുടെ ചില പ്രസ്താവനകളിലൂടെ നമ്മൾ എന്താണ് കരുതുന്നത് എന്നതിനെ കുറിച്ച് വിമർശകർക്ക് ചില ഊഹങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന്, അസമത്വത്തെ കുറിച്ച് ആശങ്കയുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? സർക്കാർ നിർദ്ദേശിക്കുന്ന നികുതികളിലൂടെ വരുമാന പുനർവിതരണം നടക്കുമെന്നതിനെ നാം പിന്താങ്ങുന്നു എന്നാണ്. പണം സമ്പാദിക്കാനും അഭിവൃദ്ധി പ്രാപിക്കുവാനുമുള്ള ഇന്നത്തെ ഇന്ത്യൻ യുവതയുടെ അഭിലാഷത്തെ നാം അവഗണിക്കരുതെന്ന് മനീഷ് പറഞ്ഞത് ശരിയാണെന്നും ശശി തരൂർ പറഞ്ഞു. സംഘടനാ നവീകരണത്തെ കുറിച്ച് പ്രമേയം ഒന്നും തന്നെ പറയുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ യോഗം സംഘടനാ നവീകരണത്തെ കുറിച്ചായിരിക്കുമെന്നാണ് മാധ്യമങ്ങളെല്ലാം പറയുന്നത്. പാർട്ടിയെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ നമുക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരിക്കേണ്ടതുണ്ടെന്ന് തരൂർ പറഞ്ഞു. ചുരുക്കത്തിൽ, കണ്ട ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും കൂടി ടൂറും നടത്തി തിരിച്ചു വരുമ്പോഴേക്കും കേരള രാഷ്ട്രീയത്തിലുള്ള അടയാളങ്ങൾ കൂടി കോൺഗ്രസിന് നഷ്ടമാകരുതെന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. ഇത് വല്ലതും തലയിൽ കയറിയാൽ നന്ന്.